കൺമുന്നിൽ നടന്നൊരു അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്താനും അയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കാനും കൂട്ടുനിന്നൊരു 19-കാരന് പോലീസിൽ നിന്ന് നേരിട്ടത് വലിയൊരു ദുരനുഭവമാണ്. ഞെട്ടിക്കുന്നൊരു ദുരനുഭവത്തിൻ്റെ കഥയാണ് ഈ 19-കാരനായ ഇരിങ്ങാലക്കുട കല്ലെറ്റുങ്കര സ്വദേശി പയസിന് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഒരു അപകടം നടക്കുന്നത്. അതിനെ തുടർന്ന് ഒരാളെ സഹായിച്ചു. പിന്നെ പോലീസിൽ നിന്ന് വലിയ ദുരനുഭവമായിരുന്നു അല്ലേ? ഞാൻ ഹെയറടിക്കാൻ പോയതാ. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിലാണ് ഇടിച്ചപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി അവരുടെ അടുത്തേക്ക് പോയി. ഒരുത്തന്നെ ഞാൻ ആംബുലൻസ് കയറ്റിയത്. അപ്പോൾ ആംബുലൻസുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു കൂടെ കയറാൻ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടെ കയറി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പോലീസുകാർ വന്നു. പോലീസുകാർ നേരെ വന്നിട്ട് പിടിച്ചത് തന്നെ ആരോ കൂടെ വന്നതെന്ന് ചോദിച്ചിട്ട് ഇവരെന്നെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ ഫോൺ ചെക്ക് ചെയ്യുക, എൻ്റെ ഗാലറി ചെക്ക് ചെയ്യുക, ഇതൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ MDMA അടിക്കുന്നുണ്ടോ, ഈ കഞ്ചാവ് വലിക്കുന്നുണ്ടോ, നിന്നെ കണ്ടറിയാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ നിന്നെ ഇവരുടെ കൂട്ടത്തിൽ പെടുത്താന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപകടത്തിൽപ്പെട്ട ആളെ പൈസ നേരത്തെ അറിയുമായിരുന്നോ? ഞാൻ കണ്ടുണ്ട്, അല്ലാണ്ട് അത്രയും കമ്പനിയൊന്നുമില്ല, ജസ്റ്റ് കാണും, ഇത് മാത്രമേ ഉള്ളൂ. ഈ പോലീസുകാർ വിചാരിച്ചിരുന്നത് പൈസും അവരുടെ കൂട്ടത്തിലുള്ള ആളാണെന്നാണ്. ഞാൻ പറഞ്ഞു, അത് ആംബുലൻസുകാരും പറഞ്ഞിട്ടുണ്ടായി. ആക്ച്വലി ഞാൻ ആംബുലൻസുകാർ വിളിച്ചിട്ട് കയറിയ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആംബുലൻസുകാരും പൈസും അങ്ങനെ പറഞ്ഞു. പോലീസ് എന്താ പറഞ്ഞത്? അവര് അതൊന്നും കേൾക്കണല്ല. അപ്പോൾ വലിയ ടെൻഷൻ അടിച്ചൊന്നല്ലേ അല്ലേ? പിന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഞാൻ വിചാരിക്കുന്നത് ഇവൻ ആക്സിഡൻറ്റ് പറ്റിയെന്നാണ്, അതല്ലാതെ കൂട്ടുകാർക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്നല്ല. ഞാൻ കൂട്ടുകാരല്ല, അവന്മാർക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. ഇവനെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇവൻ എൻ്റെ അടുത്ത് മറച്ചു വെക്കണം. അപ്പോൾ ഇവനാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ഒരു പോലീസ് കൂടെ ഉണ്ടെന്ന്. ഞാൻ നേരെ അവിടെ പോയി. അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് അന്വേഷിക്കണം, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കുക, അതല്ലെങ്കിൽ CI വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു മോനെ എവിടെയാന്ന് ചോദിച്ചു. നമ്മൾ അവനോട് ഉണ്ട്, എന്നാൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ കാര്യം പറയും. അപ്പോൾ എനിക്ക് തോന്നി ഇത് അറിഞ്ഞിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. നമ്മൾ കാര്യം പറയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അവൻ്റെ. അതുകൊണ്ട് ഞാൻ അതെനിക്ക് ഫോർവേഡ് തന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഏതെങ്കിലും ക്രിമിനലിൻ്റെ ഫോട്ടോ പോലെയാണ്. അവരെടുത്തൊരു ഫോട്ടോ അവരാർക്കൊക്കെ അയച്ചു കൊടുത്തേക്കാണ്. ഇവനെ അറിയാമോ, ഇവനാണോ അതെന്ന് ചോദിച്ചിട്ട്. എൻ്റെ മോന് 19 വയസ്സേ ഉള്ളൂ. അവൻ്റെ ഭാവി പോവില്ലേ ഇവരിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ? എനിക്കതാണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. ഇപ്പോൾ പോലീസിന് സംശയം ഉണ്ടെങ്കിൽ അവൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം, ബാക്കിയുള്ള അവർക്ക് ചെയ്യാം. പക്ഷേ ഈ ഫോട്ടോയൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായൊരു അറിവുണ്ടായിരിക്കണം. വളരെ മോശം കാര്യമാണ് അവർ ചെയ്തത്. വലിയ ദുരനുഭവം നേരിട്ടു എന്നാണ് ഇപ്പോൾ ഈ അമ്മയും മകനും പറയുന്നത്. എന്തായാലും പോലീസിൽ SP-ക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ നിയമ നടപടികൾ വേണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആമക്കോടിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, റിപ്പോർട്ടർ തൃശ്ശൂർ.